പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് വന്ന് സംഭവിക്കുന്നത്. ഇതേ തുടർന്ന് കൺമണിയുടെ കഴുത്തിൽ താലികെട്ടി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ധനലക്ഷ്മി. മാത്രവുമല്ല, ഇതോടെ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ധനലക്ഷ്മി ഭയപ്പെടുകയും ചെയ്യുന്നു. താൻ ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ അവൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരം അവൾ മുതലാക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന ധനലക്ഷ്മി ഇതേ തുടർന്ന് അതിനു മുൻപ് തന്നെ കൺമണിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായി കൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് ധനലക്ഷ്മി. അവിടെ വെച്ച് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ആന്റിയമ്മ. മാത്രവുമല്ല, കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ധനലക്ഷ്മി. കൺമണിയെ കാണുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ധനലക്ഷ്മി കൺമണിയെ കണ്ടതിന് ശേഷമേ തിരികെ പോകൂ എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഒടുവിൽ സാഗർ അവിടേക്ക് കടന്നു വരുന്നു ആന്റിയമ്മയോട്. എന്തിനാണ് ആന്റിയമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു പോയി. അല്ലാതെ ഇവിടെ കിടന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടിലുള്ളവരെ കൂടി കാര്യങ്ങൾ അറിയിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സാഗർ ധനലക്ഷ്മിയോട് ഇതേ തുടർന്ന് പറയുകയാണ്, കൺമണി വീട്ടിലുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായി പോയി കാണാവുന്നതാണ്, യാതൊരു പ്രശ്നവും ഈ കാര്യത്തിലില്ല എന്ന്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകട്ടെ എന്നുള്ള തീരുമാനവുമായി എത്തുകയാണ് ധനലക്ഷ്മി. ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി കെട്ടിപ്പിടിക്കുകയും കോളടിച്ചല്ലോടി എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി, പക്ഷേ നീ ഇപ്പോൾ പിടിച്ചത് പുളിങ്കൊമ്പിൽ തന്നെയാണ്. ആ വരുണിനെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഇതുപോലെ സുഖിച്ച് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴോ നീ ഇവിടുത്തെ രാജകുമാരിയാണ്, രാജകുമാരി. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും നിനക്ക് ഈ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായി സുഖമായി നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എല്ലാ സഹായവും നൽകിക്കൊണ്ട് കൂടെ നിൽക്കാൻ ഈ അമ്മായിയും ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് കൺമണി. ഇതേ തുടർന്ന് കൺമണി പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന്. പക്ഷേ എന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി നീ കള്ളമൊന്നും പറയേണ്ടതില്ല. നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധം ആദ്യമേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കും തോന്നിയിരുന്നു. പക്ഷേ ഞാനത് പറയാതിരുന്നതാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനോജേട്ടൻ അറിയുകയാണ് എങ്കിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന പുകിലിനെ പറ്റി പറയുകയും വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി നിന്നത്. പക്ഷേ നീ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. എന്തായാലും എനിക്ക് കുറച്ചു കാര്യം നിന്നോട് പറയാനുണ്ട്. വരുണിനെ നീ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ എനിക്ക് സ്വർണം ലഭിക്കുമായിരുന്നു. പക്ഷേ ഈ വിവാഹം നടന്നതിൽ പിന്നെ എനിക്കതൊന്നും ലഭിച്ചില്ല. എന്തായാലും എനിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമായി വരുമ്പോൾ ഇനി ധൈര്യമായി നിന്നോട് വന്ന് ചോദിച്ചാൽ മതിയല്ലോ. മാത്രവുമല്ല, നീ എനിക്ക് തരാനുള്ള പൈസയെല്ലാം ഉടൻ തന്നെ തന്നു തീർക്കുകയും വേണം. ഇപ്പോൾ നിനക്ക് വിരൽ ഞൊടിച്ചാൽ കിട്ടാവുന്ന ദൂരത്തിലല്ലേ പൈസ എന്ന് ധനലക്ഷ്മി പറഞ്ഞതിനെ തുടർന്ന് അമ്മായി ഇപ്പോൾ തിരികെ പോയേ, എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് കൺമണി. ഇതോടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ടതായി, ഇപ്പോൾ വലിയ ആളായില്ലേ, ഞങ്ങളെയൊന്നും വില പിടിക്കാതെയായി അല്ലേ കൺമണി?
വന്ന വഴി നീ മറക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇതേ സമയമാണ് അവിടേക്ക് ക്രിഷ് കടന്നു വരുന്നത്. ക്രിഷിനെ കണ്ടതിനെ തുടർന്ന് ക്രിഷിനോട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിന് ശേഷമുള്ള ചടങ്ങുകൾക്കായി കൃഷും അതുപോലെ തന്നെ കൺമണിയും വീട്ടിലേക്ക് വരണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. ഈ കാര്യം അറിയിക്കുകയും മാത്രവുമല്ല, വിവാഹത്തിൽ കാണിച്ച കള്ളത്തരം ഞങ്ങളെ മാനസികമായി വേദനിപ്പിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ കൃഷിമോന് വേണ്ടി മാത്രം ഇതെല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. യാതൊരു പരിഭവവും ഞങ്ങൾക്കില്ല. ധൈര്യമായി വീട്ടിലേക്ക് വരാവുന്നതാണ്. ഈ കാര്യവും അറിയിച്ചുകൊണ്ട് എന്തായാലും ഞാൻ തിരികെ പോവുകയാണ് എന്ന് ധനലക്ഷ്മി പറയുന്നു. ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങോട്ടാകും പോവുക എന്നുള്ള ചോദ്യം മാത്രമാണ് കൺമണിയുടെ മുന്നിൽ ബാക്കിയാകുന്നത് കൃഷിനോട്. ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന കൺമണി ഇപ്പോൾ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുകയും ഇതെല്ലാം കൃഷിന്റെ എടുത്തുചാട്ടം കൊണ്ട് മാത്രം നടന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ പണ്ടേ പറഞ്ഞതാണ്, മാനസികമായുള്ള വിവാഹത്തിനിടയിൽ ഒരു അബദ്ധവും കാണിക്കരുത് എന്ന്. പക്ഷേ സാറത് കേട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ എല്ലാം നടക്കുന്നതിന് കാരണമായത്. ഇനി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എന്തെങ്കിലും ഒരു പിടിയുണ്ടോ? ഇപ്പോൾ നമ്മൾ നിലയില്ലാ കയത്തിലാണ് നിൽക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പേടിക്കണ്ട, ഞാൻ ഉടൻ തന്നെ ഡിവോഴ്സിന്റെ കാര്യങ്ങൾക്കായി വക്കീലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്ന ക്രിഷ് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചതിനെ തുടർന്നാണ് വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിയാതെ ഡിവോഴ്സ് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഇതോടെ മഹിയെ ചെന്ന് കാണുന്ന ക്രിഷ് ഞാനാകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മഹി, ഇതെല്ലാം നീ വരുത്തി വെച്ചതാണ്, നീ തന്നെ നേരിടേണ്ടതായി വരും എന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ചെയ്യുന്നു. ഇതേസമയം ആന്റിയമ്മയുടെ വെല്ലുവിളികൾ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കൺമണിയുടെ ജീവിതത്തിൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.